സമ്മർ കളക്ഷനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. ബ്ലാക്കും വൈറ്റും ആണ് കോമ്പിനേഷൻ. ഒരു ഓഫ് വൈറ്റ് ആണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ പോയേക്കുന്നത്. യോക്കിൽ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു മിറർ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഗോൾഡൻ ത്രെഡും ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടാണ് യോക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ഫിനിഷാണ്. മൊഡാൾ സിൽക്കൊക്കെ പോലെ തന്നെ കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. നല്ല കൂളായിട്ട് നമുക്ക് ഈ ഒരു സമ്മറിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ബ്ലാക്കിലാണ് കളർ വരുന്നത്. നല്ലൊരു ബോർഡേഴ്സും കൂടി ഇതിന് വരുന്നുണ്ട്. ഇതാണ് ബോർഡേഴ്സ് വരുന്നത്. നമുക്ക് സ്ലീവിനോ അതുപോലെ തന്നെ സ്ലിറ്റിനോ കൊടുക്കാം. വിസ്കോസ് റയോണിലാണ് ഈ ഒരു ബോട്ടം വരുന്നത്. ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ബാക്ക് പോർഷനും സെയിം പ്രിൻ്റ് തന്നെയാണ്. ഒരു ഇക്കത്ത് പ്രിൻ്റ് പോലൊരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ യോക്കിലായിട്ടാണ് ഇവർ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരുന്നു യോക്കിൽ ആ ഒരു വർക്ക്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 49 ലെങ്ത്ത് വരും. ദുപ്പട്ടയുടെ ലെങ്ത്ത് 240 വരും. നല്ല സോഫ്റ്റാണ് ഈ ഒരു ഫാബ്രിക്. നമുക്ക് ലൈനിങ് ഇല്ലാതെ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക്കും കൂടി. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് പ്യുവർ ഷിഫോണിലാണ് ദുപ്പട്ട വരുന്നത്. സെയിം ആ ഒരു പ്രിൻ്റ് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റ് കൂടിയാണ് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഈ ഒരു ക്രോഷോ വർക്ക് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നല്ല പ്രിൻ്റഡ് ദുപ്പട്ടയാണ്. പ്യുവർ ഷിഫോണാണ് ഫാബ്രിക് വരുന്നത്. നല്ല കംഫർട്ടബിളാണിത്. ഇങ്ങനെ വരുന്നു. ഇനി വരുന്നതും സമ്മർ സ്പെഷ്യൽ തന്നെയാണ്. ഇത് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊഡാൾ കോട്ടൺ ഫാബ്രിക്കാണ്. താഴെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രിൻ്റ് തന്നെയാണ് ഫുൾ വരുന്നത്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ എല്ലാം ഈ ഒരു പ്രിൻ്റ് വരും. ഫ്രണ്ട് പോർഷനാണ് ഈ ഒരു എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത്. നല്ലൊരു ഒണിയൻ പിങ്കിന് കുറച്ച് ഡാർക്കറായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറാണ്. പ്യുവർ കോട്ടനാണ് ബോട്ടം വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ വർക്ക് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ്. അതുപോലെ സോഫ്റ്റ് ഫിനിഷുമാണ് ഫാബ്രിക്. ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ്. ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത്. അതിൽ സെയിം പ്രിൻ്റാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇതാണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൽ വന്നിട്ട് ഔട്ട്ലൈൻ എല്ലാം ത്രെഡ് വർക്കും മിറേഴ്സും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ്. താഴെ വരുമ്പോൾ സെയിം കളറിൽ സിമ്പിൾ ഒരു ക്രോഷോ വർക്കും കൂടി കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനും പ്യുവർ ഷിഫോൺ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ഈ ഒരു സമ്മറിന് നമുക്ക് ഇടാൻ പറ്റുന്നൊരു കൂൾ ഫാബ്രിക്കാണിത്. ബോട്ടം വരുന്നത് സെയിം കളറിൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പ്യുവർ കോട്ടൺ ആണ്. ബാക്ക് പോർഷനിലും സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും കൂടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന മിറർ വർക്കും കൂടി വരുന്നുണ്ട്. ദുപ്പട്ട വരുമ്പോൾ പ്യുവർ ഷിഫോണിലാണ് വരുന്നത്. ചൂടെടുക്കാത്ത ഫാബ്രിക്കും കൂടിയാണിത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീനാണ് കളർ വരുന്നത്. ഇതാണ് കളർ വരുന്നത്. നല്ല സോഫ്റ്റാണ് ഫാബ്രിക് പിടിക്കുമ്പോൾ. എംബ്രോയ്ഡറിയും ആ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് എംബ്രോയ്ഡറിയും വരുന്നത്. പ്യുവർ കോട്ടൺ ബോട്ടം സെയിം കളറിലാണ് വന്നേക്കുന്നത്. ഇത് വരുന്നു പ്യുവർ കോട്ടൺ ബോട്ടം. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. പിസ്ത ഗ്രീനിൻ്റെ കുറച്ച് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡാണ്. എംബ്രോയ്ഡറിയും സെയിം കളറിലാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ പ്യുവർ ക്രേപ്പിലാണ്. നമുക്ക് ചൂടത്തിടാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റാണ്. നല്ല കൂളായിട്ടിരിക്കും. നെക്സ്റ്റ് വൺ സെയിം ഫാബ്രിക് തന്നെയാണ്. സോഫ്റ്റ് ഫിനിഷാണ്. അതിലും ആ ഒരു ഗ്രീൻ കളറാണ് പിങ്കും കോമ്പിനേഷൻ. അതിൽ ഔട്ട്ലൈൻ എല്ലാം എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഇതാണ്. ബാക്ക് പോർഷനിൽ നമുക്ക് നല്ല ഭംഗിയുള്ള കളർഫുൾ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. മെറ്റീരിയൽ നല്ല ഫിനിഷിങ് മെറ്റീരിയൽ സോഫ്റ്റാണ്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ പ്യുവർ മസിൽ സിൽക്കിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ് ഈ ഒരു ഫാബ്രിക്. നമുക്ക് തലയിലിടുന്നവർക്കായാലും നല്ല സോഫ്റ്റായിട്ട് കിടന്നോളും. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീനാണ്. പിസ്ത ഗ്രീനാണ്. ബോട്ടം വരുന്നത് സെയിം കളറിൽ വന്നിട്ടുള്ള റയോൺ ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത്. ഫ്രണ്ട് പോർഷനിലെല്ലാം ത്രെഡ് വർക്കും മിറേഴ്സും പോകുന്നുണ്ട്. താഴെ പ്രിൻ്റ് മാത്രമാണ്. ദുപ്പട്ട വരുമ്പോൾ പ്യുവർ മസ്ലിൻ സിൽക്കാണ് വരുന്നത്. നല്ല കംഫർട്ടബിളാണ് ഈ ഒരു ഫാബ്രിക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇനി വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും പിങ്കുമാണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ബോട്ടം വരുന്നത് ഇതാണ്. റയോൺ ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് ഇവർ എംബ്രോയ്ഡറിയും മിറർ വർക്കും കൂടി കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട മസ്ലിൻ സിൽക്കിലാണ് ദുപ്പട്ട.
ലാസ്റ്റ് വൺ അതിൻ്റെ പിങ്കാണ് വരുന്നത്. നല്ല സോഫ്റ്റാണ് ഈ ഒരു ഫാബ്രിക്. പ്യുവർ കോട്ടൺ ഇടുന്നവർക്കും നല്ല കംഫർട്ടബിൾ ആയിരിക്കും, ചേർന്ന് കിടക്കും. ബോട്ടം ഇതാണ്, പിങ്കാണ് ബോട്ടം വരുന്നത്. ബാക്ക് പോർഷനിൽ നമുക്ക് സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് ത്രെഡ് വർക്ക് കൂടി കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. മസ്ലിൻ സിൽക്കിൽ വരുന്ന പ്രിൻ്റഡ് ദുപ്പട്ട. ഇനി വരുന്നത് ഇതാണ് മൽച്ചന്തേരി, പ്യുവർ മൽച്ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള സെറ്റ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ സ്ക്വയർ പാറ്റേണിൽ ക്രോഷോ വർക്കും നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കും, നല്ലൊരു സിൽവർ കളറിൽ വന്നിട്ടുള്ള ബീഡ്സും, അതുപോലെ ഔട്ട്ലൈൻ എല്ലാം ലാവൻഡറാണ് വരുന്നത്. നല്ല ക്രോഷോ വർക്ക് സെയിം കളറിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഫാബ്രിക്കാണ്. ഈ ഒരു മൽച്ചന്തേരി സിൽക്ക് അറിയാമല്ലോ, പ്യുവർ മൽച്ചന്തേരി സിൽക്ക് നല്ല കംഫർട്ടബിളാണ്. നമുക്ക് യോക്കിൽ ആ ഒരു ഹാൻഡ് വർക്ക് കൂടി വരുന്നതുകൊണ്ട് തന്നെ പാർട്ടി വെയർ യൂസിന് ബെസ്റ്റാണ്. ചൂടെടുക്കത്തില്ല. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട് ഫാബ്രിക്ക്. ബോട്ടം വരുന്നത് സെയിം കളറിൽ വന്നിട്ടുള്ള സിൽക്കി ബോട്ടമാണ് വരുന്നത്. ദുപ്പട്ട നോക്കിക്കേ, സെയിം ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി പാറ്റേണാണ് വന്നിരിക്കുന്നത്. സിൽവർ ത്രെഡ് വെച്ചിട്ടുള്ള ഭംഗിയുള്ള വർക്കാണ് ഇതിൽ വരുന്നത്. ചൂടെടുക്കാത്ത ഫാബ്രിക്കുമാണ്. ഫുൾ ആ ഒരു നല്ല ഭംഗിയുള്ള ഫിനിഷിങ് വർക്കാണ് വരുന്നത്. ഇനി വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. അതിൽ യോക്കിൽ വരുമ്പോൾ സെയിം ആ ഒരു കളറിൽ വന്നിട്ടുള്ള ക്രോഷോ വർക്കും ബീഡ്സ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ ഒരു ഫാബ്രിക്. പിടിക്കുമ്പോൾ പാർട്ടി വെയർ യൂസിനും ബെസ്റ്റാണ്. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് സെയിം കളറിലാണ് വരുന്നത്, സിൽക്കി ബോട്ടം വരുന്നത്. ദുപ്പട്ട ഇതാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയിൽ ഫുൾ ആ ഒരു എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത് നല്ല രസമായിട്ടാണ്. നല്ല ലൈറ്റ് വെയ്റ്റും സോഫ്റ്റുമാണ്. ഇനി വരുന്നത് റീസ്റ്റോക്ക് വന്നിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് വരുന്നത് പ്യുവർ ഹാൻഡ്ലൂം കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റ്. പിങ്കും റോയൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ. ഇതെല്ലാം ബൂട്ടി വീവിങ്ങാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള വീവിങ് പോയിട്ടുണ്ട്. ഇതെപ്പോൾ കൊണ്ടുവന്നാലും വേഗം സോൾഡ് ഔട്ട് ആവുന്നതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. പ്യുവർ കോട്ടൺ ബോട്ടം. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എല്ലാം സെയിം ആ ഒരു ഹാൻഡ് വോവൺ ആണ് വരുന്നത്. ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. പിങ്കും റോയൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. നമുക്ക് ഈ ചൂടത്തിടാൻ പറ്റുന്നൊരു സെറ്റാണ്. ഡെയിലി യൂസുകാർക്കും കംഫർട്ടബിൾ ആയിരിക്കും. ഡബിൾ ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത്. ഹാഫ് പോർഷനിൽ ഈ ഒരു റോയൽ ബ്ലൂവിൻ്റെ മിക്സും പിങ്കും കൂടി വരുന്ന ഡബിൾ ഷെയ്ഡ്. ഇവിടെ ഇങ്ങനെ വരും. ബോർഡേഴ്സ് വരുന്നുണ്ട്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയുമാണ്. ഇനി വരുന്നത് പ്യുവർ ഹക്കോബ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റ്. നല്ലൊരു കളറാണ്. ഇതൊരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ബട്ടിക് പ്രിൻറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ കട്ട് വർക്കും വരുന്നുണ്ട്. സെയിം കളറിൽ ക്രോഷോ വർക്കും വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് സെറ്റ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ കോട്ടൺ ദുപ്പട്ടയാണ്. ബാക്ക് പോർഷനിൽ വരുമ്പോൾ ബട്ടിക് പ്രിൻ്റാണ് പോയിട്ടുള്ളത്, കട്ട് വർക്ക് വരുന്നില്ല. ഇതാണ് ബാക്ക് പോർഷനിൽ വരുന്ന ബട്ടിക് പ്രിൻ്റ്. ഒറിജിനൽ വാക്സ് ബാട്ടിക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഈ ഒരു കട്ട് വർക്കാണ് വരുന്നത്. ബോട്ടം വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ ബോട്ടം. അതിലിങ്ങനെ ഷിബോരി ഡൈഡ് പ്രിൻ്റ് പോലെ ഒരു ഡൈഡ് വന്നിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ആണ് ഇത്. ദുപ്പട്ട വരുമ്പോൾ മൽ കോട്ടണിൽ വന്നിട്ടുള്ള ബട്ടിക് പ്രിൻ്റഡ് ദുപ്പട്ട. നല്ല സോഫ്റ്റാണ്. എൻഡിൽ സിമ്പിൾ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല കോമ്പിനേഷനുമാണ്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയിൽ ഇങ്ങനെ ചെക്സ് പോലെ ലൈൻസ് പോലെ വീവിങ് കൂടി പോയിട്ടുണ്ട് ദുപ്പട്ടയിൽ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സെറ്റാണ്. ഇനി വരുന്നത് സെമി മൊഡാൾ സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഐറ്റമാണ്. ഫങ്ഷനൊക്കെ ഇടാനും പറ്റും. നല്ല സോഫ്റ്റാണ്. മൊഡാൾ സിൽക്കൊക്കെ പിടിക്കുന്ന അതേ ഫീലുള്ള ഫാബ്രിക്. റൗണ്ട് നെക്ക് വന്നിട്ട് അതിൽ മിറേഴ്സും ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രിക്ക് കളറാണ്. ഒരു പേസ്റ്റൽ ബ്രിക്കാണ് കളർ വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ഈ ഒരു ചൂടത്തും യൂസ് ചെയ്യാൻ പറ്റും. ബാക്ക് പോർഷനിലും സെയിം പ്രിൻ്റ് തന്നെയാണ്. ഫ്രണ്ട് പോർഷനിൽ നെക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൂടി വരുന്നുണ്ട്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. നമുക്ക് 49-50 വരെ ലെങ്ത്ത് കിട്ടും. വിഡ്ത്തുള്ള ഫാബ്രിക്കാണ്. ബോട്ടം വന്നേക്കുന്നത് സിൽക്കി ബോട്ടം സെയിം കളർ. സെമി മുഡാൽ സിൽക്കിൽ വന്നിട്ടുള്ള അജ്രക് പ്രിൻ്റഡ് ദുപ്പട്ടയാണ് ഇതിന് വരുന്നത്. നല്ല കോമ്പിനേഷൻ. അജ്രക് പ്രിൻ്റഡ് ദുപ്പട്ടയാണ്. നല്ലൊരു ബ്രിക്ക് പേസ്റ്റൽ കളറാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു പിങ്കാണ്. ഇങ്ങനെ വരും. നല്ല സോഫ്റ്റാണ് ഫാബ്രിക്. റൗണ്ട് നെക്ക് വന്നിട്ട് മിറോസും ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ എല്ലാം നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എല്ലാം സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ബോട്ടം
നല്ലൊരു വാടാമല്ലി ഷെയ്ഡാണ്, പേർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം. ദുപ്പട്ട സെമി മോഡൽ സിൽക്കിൽ അജ്രക് പ്രിൻറ്റഡ് ദുപ്പട്ടയാണ്. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. നല്ല സോഫ്റ്റാണ് ഫാബ്രിക്. ഇങ്ങനെ വരുന്നു. ഇനി വരുന്നത് നല്ലൊരു മസ്റ്റാർഡും ബ്രൗണും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ, നല്ല റെയർ ഷെയ്ഡ്. ഇതിലും ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. നല്ല സോഫ്റ്റാണ് പിടിക്കുമ്പോൾ. ബോട്ടം വന്നേക്കുന്നത് സെയിം കളറിൽ വന്നിട്ടുള്ള സിൽക്കി ബോട്ടം. ദുപ്പട്ട അജ്രക് പ്രിൻറ്റഡ് മോഡൽ സെമി മോഡൽ ദുപ്പട്ട. ബോർഡേഴ്സൊക്കെ ആണെങ്കിലും ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള അജ്രക് പ്രിൻ്റാണ് വരുന്നത്. ഇനി വരുന്നൊരു സെമി സിൽക്കിൽ വന്നിട്ടുള്ള സെറ്റാണ്. അതിലിങ്ങനെ ഷിബോരി ഡൈഡ് പ്രിൻ്റാണ് പോയിട്ടുള്ളത്. നല്ലൊരു പേസ്റ്റൽ ബ്ലൂ, പീക്കോക്ക് ബ്ലൂവിൻ്റെ ലൈറ്റർ ഷെയ്ഡെന്ന് പറയാം. ബോട്ടം വരുന്നതും സിൽക്കി ബോട്ടമാണ് വരുന്നത്. ബാക്ക് പോർഷനിലും സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും. ദുപ്പട്ടയും സോഫ്റ്റ് സിൽക്കി ദുപ്പട്ടയാണ്. അതിൽ ഷിബോരി ഡൈഡ് പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഇതാണ് ദുപ്പട്ട. ഇനി വരുന്നത് ഒരു പാർട്ടി വെയർ ഐറ്റമാണ്. ഓഫ് വൈറ്റിൽ ലൈറ്റ് ഗ്രീൻ ബ്ലൂ നല്ലൊരു ബട്ടർ ക്രീം കളറിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഒരു പാർട്ടി വെയർ ഐറ്റമാണ്. നല്ലൊരു ഗ്ലോ ഉള്ളൊരു ഫാബ്രിക്കാണ്. നല്ലൊരു പ്രീമിയം ബനാറസി പോലത്തെ ഒരു ഫാബ്രിക്കിൽ ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. നല്ലൊരു പേസ്റ്റൽ ഓഷൻ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഈ ഒരു കട്ട് വർക്ക് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു സെയിം കളറിൽ വന്നിട്ടുള്ള സിൽക്കി ബോട്ടം വരുന്നത്. ദുപ്പട്ടയും അതുപോലെ ഒരു പ്രീമിയം ഫാബ്രിക്കാണ്. ഇതൊരു ഫുൾ ഒരു കട്ട് വർക്കും എംബ്രോയ്ഡറിയും വന്നേക്കുന്ന സൂപ്പർ ദുപ്പട്ട. ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ്. ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറി, ലക്നവി പാറ്റേണിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറിയാണ് ഇതിൽ വരുന്നത്. ഇവിടെ നല്ല രീതിയിലാണ് പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇനി വരുന്നത് ജോർജറ്റിൽ വന്നിട്ടുള്ള സെറ്റാണ്. സിമ്പിൾ ഒരു പോട്ട്ലി ബട്ടൺസ് യോക്കിൽ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് ബോട്ടം വന്നേക്കുന്നത്, ബോട്ടോ ലൈനിങ് ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. സിൽക്കി മെറ്റീരിയലാണ് ബോട്ടോ ലൈനിങ് വരുന്നത്. ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ഫാബ്രിക്കിൽ വന്നിട്ട് ഒരു ഓർഗൻസ പോലത്തെ ഒരു ഫാബ്രിക്കാണിത്. അതിൽ 4 സൈഡിൽ സിമ്പിൾ ക്രോഷോ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീവിങ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കോമ്പിനേഷനാണ്. ഇത് ഏത് സെറ്റിലൂടെ നമുക്ക് യൂസ് ചെയ്യാം. ബേസ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ സെറ്റിലൂടെയും നമുക്ക് ഈ ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂവും മോവും പേർപ്പിളുമാണ് കോമ്പിനേഷൻ. അതിലൊരു ഗ്രേയും കൂടി കയറി വരുന്നുണ്ട്. ഇനി വരുന്നത് നല്ലൊരു ലിനൻ സെറ്റാണ് വന്നേക്കുന്നത്. നല്ലൊരു പേസ്റ്റൽ ഗ്രീനാണ്, നല്ലൊരു പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത്. റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഭംഗിയുള്ള എംബ്രോയ്ഡറിയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട കാണാൻ നല്ലതാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്രീമിയം ഷാന്തൂൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബോട്ടമാണ് ഇതിന് വരുന്നത്. നല്ലൊരു എലഗൻറ്റ് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. റൗണ്ട് നെക്കിൽ ഇതുവരെ വർക്ക് വരും. അതുപോലെ താഴത്തെ വർക്കും നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. ബൂട്ടി എംബ്രോയ്ഡറി വർക്കും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട നോക്കിയാൽ ലിനൻ ദുപ്പട്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ ദുപ്പട്ടയിൽ ഫ്ലോറൽ പ്രിൻ്റും ബോർഡേഴ്സൊക്കെയാണ് നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല കോമ്പിനേഷനുമാണിത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ഇനി വരുന്നത് സെമി ടസറിൽ വന്നിട്ടുള്ള റീസ്റ്റോക്ക് ഐറ്റം വന്നിട്ടുണ്ട്. നല്ലൊരു പിസ്ത ഗ്രീനാണ്. ഇതിൽ വന്നിട്ടുള്ള വീവിങ് നല്ലൊരു റെയറായിട്ട് വന്നേക്കുന്ന ബ്രിക്ക് പോലൊരു വീവിങ്ങാണ് വന്നേക്കുന്നത്. അതിൽ ഗോൾഡൻ വീവിങ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഫാബ്രിക്കാണിത്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം ആ ഒരു പാറ്റേണിലാണ് വീവിങ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരുന്നു. സെമി ടസറാണ് ഫാബ്രിക്. ഇത് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റമാണ്. ബോട്ടം സെയിം കളറിലാണ് വരുന്നത്. ദുപ്പട്ടയുടെ വീവിങ് നോക്കിക്കാൻ നല്ല ഭംഗിയാണ്. പിസ്ത ഗ്രീനിൽ സിൽവർ ത്രെഡ് വീവിങ്ങും ബൂട്ടി വീവിങ്ങും ടാസൽസ് കൊടുത്തിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള സെമി ടസർ ദുപ്പട്ട. ഇങ്ങനെയാണ് വരുന്നത്. ഇനി വരുന്നതൊരു മൊഡാൽ കോട്ടൺ ഫാബ്രിക്കാണ്. അത്രയും സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണിത്. ഇതിൽ നോക്കി കളർഫുള്ളായിട്ട് വന്നേക്കുന്ന എംബ്രോയ്ഡറി. താഴെ വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൈപ്പിംഗ് യെല്ലോ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയാണ്. കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സമ്മർ കളക്ഷനാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ വന്നിട്ടുള്ള
വിസ്കോസ് റയോൺ ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് കൂടിയാണ്. ഫ്രണ്ട് പോർഷനിൽ ആ ഒരു എംബ്രോയ്ഡറി നോക്കിക്കേ, നല്ല രസമായിട്ടാണ് കൊടുത്തേക്കുന്നത്. നല്ല കോമ്പിനേഷനാണ്. നല്ലൊരു ഗ്രീനിൽ യെല്ലോയാണ് കോമ്പിനേഷൻ എംബ്രോയ്ഡറിയുടെ വർക്ക് വരുന്നത്. താഴെ പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട പ്യുവർ ക്രേപ്പിലാണ് വരുന്നത്. നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഫ്ലോറൽ പ്രിൻറ്റഡ് പ്യുവർ ക്രേപ്പ് ദുപ്പട്ട. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല സോഫ്റ്റാണ്. നമുക്ക് സമ്മറിന് ഇടാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റം.